ഭീകരരെ സന്ദർശിച്ച് പാക് സൈന്യം വലിയ പിന്തുണ നൽകുകയാണ് ഭീകരർക്ക്. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റ ഭീകരരെയാണ് സന്ദർശിച്ചിരിക്കുന്നത്. പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിക്കേറ്റവരെ കാണാനെത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇത് തന്നെ അതുപോലെ തന്നെ ലഷ്കർ ഭീകരർ പുറത്ത് ആശുപത്രിയുടെ പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊക്കെ, ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. ഭീകരരെ സന്ദർശിക്കുകയാണ് പാക് സൈന്യം. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പല ഭീകരവാദികളും പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുകയാണ്. പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഈ പരിക്കേറ്റവരെ കാണാനെത്തുന്നത്. അത് തന്നെ വെളിവാക്കപ്പെടുന്ന വളരെ കൃത്യമായ ഒരു സന്ദേശമുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇത് വെളിവാക്കുന്നത് പാക് സൈന്യവും ഭീകരതയും തമ്മിലുള്ള വളരെ കൃത്യമായ ബന്ധമാണ്, അല്ലേ? നിലമ തീർച്ചയായും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ എന്നുള്ളത് പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിമാർ ഈ ഇന്ത്യ നടത്തിയിട്ടുള്ള ആ സ്ട്രൈക്കിൽ പരിക്കേറ്റ ഭീകരരെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഭീകരരും പാകിസ്ഥാൻ സൈന്യവും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടവും എത്രത്തോളം സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. കാരണം തിരിച്ചടി നൽകിയിട്ടുള്ളത് ഇന്ത്യ വളരെ വ്യക്തമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും അതിനു മുൻപ് നടത്തിയിട്ടുള്ള ആദ്യ പ്രാഥമിക വാർത്താ കുറിപ്പിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അക്രമം നടത്തിയിട്ടുള്ളത് ഭീകരവാദ ക്യാമ്പുകളിൽ മാത്രമാണ്. സൈനിക കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ പരിക്കേറ്റവരെ എന്തിനാണ്, ഈ ഭീകരവാദത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ എന്തിനാണ് പാകിസ്ഥാൻ സൈനിക മേധാവിമാർ സന്ദർശിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഈ വിഷയം അന്താരാഷ്ട്രീയ തലത്തിൽ തന്നെ ഭാരതം ഉന്നയിക്കുകയും ചെയ്യും. ഇന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും കഴിഞ്ഞ 30 വർഷത്തിലധികമായി പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകര പരിശീലന ക്യാമ്പുകൾ തഴച്ചു പോകുന്നു, അതിൽ കൃത്യമായിട്ടുള്ള പിന്തുണ പാകിസ്ഥാൻ എന്ന രാജ്യം നൽകുന്നു എന്ന വസ്തുത തുറന്നു കാണിക്കാൻ ഭാരതം ശ്രമിച്ചിട്ടുണ്ട്. ആ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. കാരണം ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ അക്രമങ്ങളിൽ, അതായത് പാകിസ്ഥാൻ ബോർഡർ കടന്നുകൊണ്ട് പാക് അധിനിവേശ ജമ്മു കാശ്മീരിനും അപ്പുറത്തേക്ക് പാകിസ്ഥാൻ ബോർഡർ കടന്നുകൊണ്ട് 4 കേന്ദ്രങ്ങളിലും അല്ലാതെ 5 കേന്ദ്രങ്ങളിലുമായി 9 ഇടങ്ങളിലാണ് ഇന്ത്യ ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ഇന്ത്യയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ആ സമയത്ത് അവിടെ ഏകദേശം 600-നും 800-നും ഇടയിൽ അധികം ഭീകരർ ആ മേഖലകളിൽ ഉണ്ടാകണം എന്നുള്ള കണക്കുകൂട്ടലാണ്. ഈ ആകെ 9 കേന്ദ്രങ്ങളിലായി അത്രയധികം ഭീകരർ ആ മേഖലകളിൽ ഉണ്ടായിരിക്കണം എന്ന കണക്കുകൂട്ടലുണ്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആരൊക്കെയാണ് എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നിരവധി ആളുകൾക്ക് ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റവരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ജമ്മു കാശ്മീരിലേക്ക് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ട് ബോംബും സ്ഫോടക വസ്തുക്കളുമായി ഭീകരരെ പറഞ്ഞയക്കുന്ന ഭീകരവാദികളുടെ നഴ്സറികളിലും കോളേജുകളിലും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ സൈന്യം ഇത്തരത്തിൽ മിസൈൽ വർഷം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഒരു പ്രകോപനപരമായിട്ടുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ സമീപിക്കണമെന്നും ഏത് രീതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും പോലും അറിയാത്തൊരു ആശങ്കയിലാണ് പാകിസ്ഥാനും പാകിസ്ഥാൻ സൈന്യവും ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ നിരന്തരമായിട്ടുള്ള വെടിവെപ്പ് നടക്കുകയാണ്. നിരവധി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂഞ്ച് കൂടാതെ രജൌരി, ബാരാമുള്ള മേഖലകളിൽ സെക്ടറുകളിൽ തുടർച്ചയായിട്ടുള്ള ഈ വെടിവെപ്പ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് 3 പ്രാദേശികരായിട്ടുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുലർച്ചെയോടെ വന്നിരുന്നു. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത് 4-ലധികം പാകിസ്ഥാൻ സൈനികർ ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. അത്തരത്തിൽ ഒരു അശാന്തമായ സ്ഥിതിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയും കടക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അത് നയതന്ത്ര തലത്തിലാണെങ്കിലും സൈനിക തലത്തിലാണെങ്കിലും കനത്ത തിരിച്ചടിയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നേരത്തെയും ഭാരതം കയറി ഇത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് തിരിച്ചടി കനത്തതാകും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ സമയത്ത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം മറുപടി നൽകുമ്പോൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരും പിന്നിട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ബഹവൽപൂർ കൂടാതെ മുർഡയ്ക്ക്, സർജാൽ, മെഹ്മുന ജോയ ഈ 4 കേന്ദ്രങ്ങളിലെ ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ കൂടി, അതായത് ബഹവൽപൂർ എന്നുള്ളത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ, അത്രയധികം കിലോമീറ്ററുകൾ പാകിസ്ഥാനുള്ളിൽ കയറിക്കൊണ്ട് അടിക്കാനും ആ പ്രത്യാക്രമണം നടത്തിയ ശേഷം വളരെ സുരക്ഷിതമായി ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്താനും നമ്മുടെ സൈനികർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ഓപ്പറേഷനിൽ സൈന്യം ഏറ്റവും പ്രധാനമായി കാണുന്നതും ഈ 4 ക്യാമ്പുകൾ തകർക്കാൻ സാധിച്ചതാണ്. പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്നുള്ളത്
ഭാരതത്തിൻ്റെ അതിർത്തികളിലേക്ക് ഭീകരെ കടത്തിവിടാനും പരിശീലിപ്പിക്കാനും മാത്രം ഭീകരർ തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പുകളാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരുകളിലുള്ളത്. അതിന് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ ഭവൽപൂർ ഉൾപ്പെടെയുള്ള ക്യാമ്പുകളിലാണ് ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒപ്പം ഹിസ്ബുൾ മുജാഹിദിൻ്റെയും എല്ലാം തന്നെ ടോപ്പ് കമാൻഡർമാർ ഈ ഭീകരാക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഭാരതത്തിനെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ വിഷമമിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഭാരതത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്ന മുതിർന്ന കമാൻഡർമാർ, ഭീകര സംഘടനകളുടെ മുതിർന്ന കമാൻഡർമാരുടെ കേന്ദ്രം, അവരുടെ ആസൂത്രണങ്ങൾ നടക്കുന്ന കേന്ദ്രം, ഇവിടങ്ങളിൽ കയറി മിസൈൽ വർഷിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സൈനിക ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തിരിച്ചടിയോടുകൂടി യാതൊരു തരത്തിലുമുള്ള പിന്മാറ്റമോ അല്ലെങ്കിൽ ജാഗ്രത കുറവോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഏറ്റവും ഒടുവിൽ സൈനിക ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുള്ള വിവരം. ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ, റിട്ടാലിയേഷൻ ഉണ്ടാകും എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഈ ഒരു നടപടിക്ക് ശേഷവും ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ കനത്ത വെടിവെപ്പ് പാകിസ്ഥാനുമായി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് പൂഞ്ച്, ബാരാമുള്ള സെക്ടറുകളിലാണ് ഇത്തരത്തിൽ തുടർച്ചയായ വെടിവെപ്പ് നടത്തുന്നത്. ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതോടുകൂടി വലിയ പരിഭ്രാന്തിയിലേക്ക് പാകിസ്ഥാൻ സൈന്യം കടക്കുന്നു. കാരണം ഈ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൈബയും ഒപ്പം ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ടാണ് പെഹൽഗാമിലെ ഈ അതിക്രൂര കൃത്യത്തിന്, രാജ്യത്തിന്റെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ടുള്ള ക്രൂരകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതും അതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തിയതും അതിന്റെ പ്ലാനിംഗ് നടത്തിയതും അതിനും ചില അനൌദ്യോഗിക വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. 90-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളുണ്ട്. 600-ലധികം ഭീകരരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ആക്രമണം നടത്തിയത്. പക്ഷേ ഔദ്യോഗികമായി കണക്കുകൾ പുറത്തു വരുന്നില്ല എങ്കിൽ കൂടി വലിയ ആൾനാശം ഈ പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭീകരരെ ഇങ്ങനെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ ഒന്നിനും സ്ഥിരീകരണമില്ല. പാകിസ്ഥാൻ ഒരു തരത്തിലും അക്കാര്യം സ്ഥിരീകരിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ നാശനഷ്ടമുണ്ടായതായി ചില റിപ്പോർട്ടുകൾ, സൂചനകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തിരിച്ചടി ഭാരതം നടത്തിയിട്ടുള്ളത്, ഓപ്പറേഷൻ സിന്ദൂർ ഇത്തരത്തിൽ നടപ്പാക്കിയത് തന്നെ വളരെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് വളരെ കൃത്യമായ ഇൻപുട്ട് ഭീകരരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മുടെ ഏജൻസികൾ ശേഖരിക്കുന്നുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ഭീകരാക്രമണം നടപ്പാക്കിയിട്ടുള്ള കേന്ദ്രങ്ങൾ സംബന്ധിച്ച്, അവരുടെ സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച്, അത് ആസൂത്രണം ചെയ്ത തലകളെ സംബന്ധിച്ച്, അവരുടെ കേന്ദ്രം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഭാരതത്തിന്റെ കണക്കുകൂട്ടൽ ഈ 9 കേന്ദ്രങ്ങളിലായി 600 മുതൽ 800 വരെ ഭീകരർ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഭീകരർ ഉൾപ്പെടെ 600 മുതൽ 800 വരെ ഭീകരർ ഈ സമയത്ത് ഈ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഭീകര കേന്ദ്രങ്ങളിലുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ആൾനാശം, കനത്ത നഷ്ടം ഭീകരശക്തികൾക്ക്, ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നമ്മുടെ അയൽ രാജ്യത്തിനും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ സംബന്ധിച്ചാണ് ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കാത്തത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടില്ല എന്നുള്ളത് വസ്തുതയാണ്. എത്രയധികം പ്രഹരം, കനത്ത നാശനഷ്ടം ഉണ്ടെങ്കിൽ പോലും നിലവിൽ 6 പേർ കൊല്ലപ്പെട്ടു. വെറും 6 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പക്ഷേ ഇതിൽ ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആൾനാശം ഈ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവിമാർ ഈ പരിക്കേറ്റ ഭീകരരെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം കനത്ത പ്രഹരമാണ് ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ പാകിസ്ഥാന്റെ മണ്ണിൽ കയറിക്കൊണ്ട് നൽകിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായി ഭാരതം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, പാരാമിലിറ്ററി ഫോഴ്സസിനോട്, അതിൻ്റെ മേധാവികളോട് അവധിയിൽ പോയ എല്ലാ സൈനികരെയും തിരിച്ചു വിളിക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു, പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത്
ഏത് തിരിച്ചടി നേരിടാനും ഭാരതം സജ്ജമാണ് എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് ഈ ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം. നിലമ തീർച്ചയായും ഏതൊരു സാഹചര്യവും നേരിടാൻ ഇതിനോടകം തന്നെ സുസജ്ജമാണ് ഭാരതത്തിന്റെ സൈന്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു തിരിച്ചടി ഭീകരവാദികൾക്കും പാകിസ്ഥാനും നൽകുമ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് ഭീകരരുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടാകും എന്ന കണക്കുകൂട്ടൽ ഭാരതത്തിന്റെ സൈന്യത്തിനുണ്ടായിരുന്നു. അതിനനുസൃതമായിട്ടുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നിലമ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ നിലവിലിപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഒരു തിരിച്ചടിക്ക് മറുപടി നൽകും എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പാകിസ്ഥാനെ കൊണ്ട് സാധ്യമാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം പെഹൽഗാമിൽ ഈ ഭീകരാക്രമണം നടന്നപ്പോൾ, നമ്മുടെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ടുള്ള ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ തിരിച്ചടിക്കാനുള്ള ശക്തിയും ശേഷിയും ഭാരതത്തിന്റെ സൈന്യത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ദിവസം കാത്തുനിന്നത് അത്തരത്തിലൊരു തിരിച്ചടി നൽകുമ്പോൾ വീണ്ടും തിരിച്ച് ഭാരതത്തിലേക്ക് യാതൊരു തരത്തിലുമുള്ള പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ, അതിർത്തിയിൽ 1% പോലും നുഴഞ്ഞുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ഭാരതത്തിന്റെ ജമ്മു കാശ്മീർ ഉൾപ്പെടെ മറ്റൊരു ഭൂപ്രദേശത്തും, കന്യാകുമാരി മുതൽ കശ്മീരം വരെ രാജ്യത്തിന്റെ മറ്റൊരു ഭൂപ്രദേശത്തും ഒരു ചെറിയ പടക്കം പോലും പൊട്ടിക്കാൻ ഭീകരവാദികളെ കൊണ്ട് സാധിക്കാത്ത തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നമ്മുടെ സായുധ സേനകളും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വവും സ്വീകരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ആ പെഹൽഗാം ഭീകരാക്രമണം ഏപ്രിൽ 22-ന് ഭീകരാക്രമണം നടന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകാനുള്ള ശേഷിയും ശക്തിയും ധൈര്യവും അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം തന്നെ നമ്മുടെ സൈന്യത്തിന് സജ്ജമാണ്. അത്തരത്തിലൊരു തിരിച്ചടി എന്ന് വേണമെങ്കിലും നൽകാൻ പറ്റുന്നത്. പക്ഷേ ഇത്രയധികം ദിവസം കാത്തിരുന്നത് ഒന്ന് വളരെ കൃത്യമായി ഈ പെഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിനും, മറ്റൊന്ന് ഇത്തരത്തിലൊരു കനത്ത പ്രഹരം നൽകുമ്പോൾ തിരിച്ച് വീണ്ടും ഒരു പ്രകോപനം ഭീകരരുടെ ഭാഗത്തുനിന്നോ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തുനിന്നോ നമ്മുടെ അതിർത്തികളിലോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അവധിയിൽ പോയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. കൂടാതെ സായുധ സേനയോടൊപ്പം തന്നെ ഇത്തരത്തിൽ കര, വ്യോമ, നാവിക സേനകൾ തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും നടത്തിയിട്ടുള്ള യോഗം, അത് കൃത്യമായി ഒന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, മറ്റൊന്ന് CRPF, മറ്റേത് ഈ ITBPയും കൂടാതെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും രാജ്യത്ത് അതിർത്തിക്കും അപ്പുറത്തേക്ക് ഈ തിരിച്ചടി നൽകുന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ മറ്റെല്ലാ കേന്ദ്രങ്ങളിലും, പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമെല്ലാം സുരക്ഷ നൽകുന്ന ഏജൻസികളെ വിളിച്ചുകൊണ്ട് കൃത്യമായ ബ്രീഫിങ്ങും കൃത്യമായ നിർദ്ദേശവും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും നൽകിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട്.